കർഷകരെയും കാർഷിക മേഖലയെയും കുറിച്ച് ആലോചിക്കാതെ ഇന്ത്യ എന്ന രാജ്യത്തെ സങ്കല്പിക്കാനാവില്ല. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിൽ 18% സംഭാവന ചെയ്യുന്ന മേഖല. തൊഴിൽ മേഖലയിൽ പകുതിയിലേറെ പേരെ ഉൾക്കൊള്ളുന്നതും കാർഷിക മേഖല തന്നെ. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കൃഷിയോഗ്യമായ ഭൂമിയുള്ള രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. സുഗന്ധവ്യഞ്ജനങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പാൽ, ചായ, കശുവണ്ടി, ചണം എന്നിവ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം. ഗോതമ്പ്, അരി എന്നിവയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉത്പാദകർ. കാർഷിക മേഖലയുടെ പ്രസക്തി വാക്കുകൾക്കപ്പുറമാണ്. ഇന്ത്യയുടെ അതിജീവനത്തിന്റെ നട്ടെല്ലാണ് അന്നവും തൊഴിലും നൽകുന്ന ഈ രംഗം. കാലം മാറി, വെല്ലുവിളികളും പലതായി, സാധ്യതകൾ വർദ്ധിച്ചു, വിപണികൾ വികസിച്ചു. ഈ ഘട്ടത്തിലാണ് സഹകരണ രംഗത്ത് പുതുപാത തെളിച്ച് ഈ സൊസൈറ്റി ഉയർന്നുവരുന്നത്. സഹകരണത്തിന്റെ ശക്തിയിൽ വെല്ലുവിളികളെ നേരിടുക മാത്രമല്ല, സാധ്യതകളുടെ ഭൂമികയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു സദേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ പ്രവർത്തന മേഖലയാക്കി 2008 സദേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടാണ് ഇന്ത്യ. വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 30 ലക്ഷം ടണ്ണാണ് ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന ഉത്പാദനം. ഇതിൽ 10% കയറ്റുമതിയാണ്. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരത്തിൽ നിർണായക പങ്കുണ്ട് ഈ വിളകൾക്ക്. ഈ മേഖലയിൽ വലിയ നിക്ഷേപമാണ് സൊസൈറ്റി നടത്തുന്നത്. ഈ വർഷം അവസാനത്തോടെ സൊസൈറ്റിയുടെ സുഗന്ധവ്യഞ്ജന കൃഷി 1000-ലധികം ഏക്കറിലേക്ക് വ്യാപിപ്പിക്കും. ഇതിനായുള്ള പദ്ധതികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തെ ബ്രാൻഡഡ് സുഗന്ധവ്യഞ്ജന വിപണി 2025 50,000 കോടി രൂപയുടേതാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ സാധ്യത മുൻനിർത്തിയാണ് ഫാംഫെഡ് എന്ന പേരിൽ സൊസൈറ്റി സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ഉപോൽപ്പന്നങ്ങളുടെയും ഉത്പാദനവും വിതരണവും ആരംഭിച്ചത്. പാലക്കാട് കിൻഫ്ര മെഗാ പാർക്കിലെ സൊസൈറ്റിയുടെ ഫാക്ടറിയിലാണ് ഇതിന്റെ ഉത്പാദനം നടക്കുന്നത്. ഇതിനകം ഈ മേഖലയിൽ സൊസൈറ്റി ഏറ്റെടുത്ത പദ്ധതികളിലെ വിജയമാണ് കൂടുതൽ നിക്ഷേപത്തിന് ആത്മവിശ്വാസം നൽകുന്നത്. വൈവിധ്യവൽക്കരണത്തിലൂടെ മാത്രമേ വളർച്ചയുടെ പാതയിൽ മുന്നേറ്റം സാധ്യമാകൂ എന്നതാണ് സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തന തത്വം. മത്സ്യകൃഷിയിലും വിനോദസഞ്ചാര മേഖലയിലുമുള്ള സൊസൈറ്റി നടത്തുന്ന നിക്ഷേപവും ഈ ചിന്തയുടെ തുടർച്ച തന്നെ. കടലിലും നദിയിലും മത്സ്യസമ്പത്ത് കുറയുന്നുവെന്നത് ഒരു വസ്തുതയാണ്. അതിന് ഒട്ടേറെ കാരണങ്ങൾ ശാസ്ത്ര സമൂഹത്തിന് പറയാനുമുണ്ട്. എന്നാൽ നമുക്ക് മുന്നിലുള്ള മാർഗം വാണിജ്യ മത്സ്യകൃഷി വ്യാപകമാക്കുക എന്നതാണ്. സൊസൈറ്റി മത്സ്യകൃഷിയിലേക്ക് കൂടി അതിന്റെ ശ്രദ്ധ പതിപ്പിച്ചത് ഇക്കാരണത്താലാണ്. ഇതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു. വരുമാനം കൂടുന്നു, ജനജീവിതത്തിലും അത് പ്രതിഫലിക്കുന്നു. മത്സ്യ ഉത്പാദനത്തിലും ഉപോൽപ്പന്ന വിപണിയിലും കയറ്റുമതിയിലും സൊസൈറ്റി സംസ്ഥാനത്ത് വലിയ സാന്നിധ്യമാകുന്ന കാലം വിദൂരമല്ല. അതിനായുള്ള നിക്ഷേപങ്ങളാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. വിനോദസഞ്ചാര മേഖലയാണ് സൊസൈറ്റി പുതുതായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റൊരു മേഖല. ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽദായക മേഖലയായി വിനോദസഞ്ചാര മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. അഗ്രി ടൂറിസം ഈ മേഖലയിലെ ഏറ്റവും പ്രധാന ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്നു. സൊസൈറ്റിക്ക് വലിയ സാധ്യതകളാണ് ഈ രംഗത്തുള്ളത്.
പങ്കാളിത്തത്തിലൂടെ വളർച്ചയും വികസനവുമെന്ന സഹകരണത്തിന്റെ നീതിബോധമാണ് സൊസൈറ്റിയെ നയിക്കുന്നത്. സംസ്ഥാനത്തും പുറത്തും വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ സൊസൈറ്റി ഉണ്ടാക്കിയ വളർച്ച സഹകരണ മേഖലയുടെ അപാരമായ സാധ്യതകളുടേത് കൂടി തെളിവാണ്. ആ പന്ഥാവിൽ കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിച്ച് കൂടുതൽ ജീവിതങ്ങളിൽ വെളിച്ചം നിറച്ച് മുന്നേറുകയാണ് സദേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.